അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ വെറുതെ ഓംലോട് നിങ്ങൾ അറിയുന്ന സുഹൃത്തുക്കളെ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത് ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ട് ആൾക്കാരുടെ അൺവാണ്ടഡ്ലി ഒരു ഉണ്ടാക്കിയിട്ട് അവർ വന്ന് കണ്ടിട്ട് വീട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്തൊരു ഫീലിംഗ് അവസരം. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇടാനൊരു താല്പര്യമൊന്നുമില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഞങ്ങളുടെ വീഡിയോസിന്റെ ഒക്കെ നമ്മളെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വി ആർ മേക്കിംഗ് മണി. പക്ഷേ നമ്മളെ ഇതിനെ എടുത്തിട്ട് ഇതിനെ കുറിച്ച് വിറ്റ് ഇതിനെ കട്ട് ചെയ്ത് മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലൂടെ ധാരാളം പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരുപാട്. ഞാനും അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ സിന്ധു കൃഷ്ണയുടെ ഒരു വ്ളോഗ് വന്നിട്ടുണ്ടായിരുന്നു. വ്ളോഗ് കാണാൻ ഇടയായിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ. സത്യം പറഞ്ഞാൽ എനിക്കത് പറയുമ്പോൾ തന്നെ ചിരി വരികയാണ്. കാരണം ഇത്രയും പെർഫെക്റ്റ് കുലീന അങ്ങനെയൊക്കെ പറയത്തില്ലേ, ഈ തമ്പുരാട്ടി എന്നൊക്കെ പറയത്തില്ലേ, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പക്വതയുള്ള സംസാരങ്ങളും കാര്യങ്ങളും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇതൊന്നും സ്വന്തം ജീവിതത്തിൽ മാത്രം ഇതൊന്നും കാണിക്കുന്നില്ലല്ലോ മേഡം. അത് ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പുച്ഛമുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് സഭ്യ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചേരി, ഹൈപ്പും കൊടുത്ത് കൊടുത്തേര്. എന്തായാലും മേഡത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കേൾക്കണം. എന്താ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും കൈവരിക്കുകയും അത് കണ്ടിട്ട് അതിന്റെ ആ ട്രെൻഡിന്റെ കൂടെ പോവുകയും ചെയ്യുന്ന ഒരുപാട് പബ്ലിക് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ട്രെൻഡിന്റെ കൂടെ പോകുന്നത്. പക്ഷെ നിങ്ങൾ കൊണ്ടുവരുന്ന ട്രെൻഡൊക്കെ എന്തൊക്കെയാണ് അതും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നിങ്ങൾ കൊണ്ടുവന്നത് എന്താണ്? ഈ സോഷ്യൽ മീഡിയയിൽ എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത്? ഒന്നും കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഒരു സാരി എന്നും പറഞ്ഞിട്ട് ഫാമിലി മൊത്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സാരിയുടെയും തുണിയുടെയും ഇതിൻ്റെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ പോലും നിങ്ങൾ തന്നിട്ടില്ല. ഓക്കെ, ബാക്കി പറ കേക്ക്. എല്ലാവരും അമിതാഭ് ബച്ചന്റെ ഒക്കെ തന്നെ പോസ്റ്റിന്റെ ഒക്കെ താഴെ ഈ നെഗറ്റീവുകൾ ഒരുപാട് എഴുതുന്നുണ്ട്. എനിക്കറിയാം മനുഷ്യരുടെ ഉള്ളില് ഇത്രത്തോളം നെഗറ്റിവിറ്റി എവിടെ നിന്ന് വരുന്നു. ലൈക്ക് വൈ കാൻ പീപ്പിൾ തിങ്ക് നമുക്കും ജീവിക്കണം, മറ്റുള്ളവർക്കും ജീവിക്കണം, എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കണം എന്നെന്താണോ ചിന്തിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് വലുതാക്കി ഡെക്കറേറ്റ് ചെയ്ത് എന്തൊക്കെയാ അല്ലേ ആൾക്കാർ കാട്ടിക്കൊടുക്കും. അപ്പൊ ഐ ജസ്റ്റ് ലൈക്ക് ടു സേ എല്ലാവരും തിങ്ക് പോസിറ്റീവ്. ആർക്കും ഉപകാരം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവമൊന്നും ചെയ്യാതിരിക്കാം. അതെ, പറഞ്ഞുകൊണ്ട് തമ്പുരാട്ടി എല്ലാവർക്കും അങ്ങ് ഉപകാരം ചെയ്യുന്ന പോലെ തന്നെ സ്വന്തം അമ്മയുടെ വീഡിയോ എടുത്തിട്ട് ഏതോ ഒരു മെസ്സേജ് അയച്ച ഒരു വ്യക്തിക്ക് കൊടുത്തൊരു ആളാണ്. ആ അച്ഛനെ തല്ലുന്ന ഒരു വീഡിയോ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ കിടന്ന് ഓടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ക്യാമറയുടെ. അത് ഏതോ ഒരു മെസ്സേജ് അയച്ചപ്പോൾ അത് അയച്ചു കൊടുത്തതാണ്. ആ ടീമാണ് വന്നിട്ട് ഇമ്മാതിരി വർത്തമാനങ്ങൾ പറയുന്നത്. നിങ്ങളുടെ മകൾ അഹാന കൃഷ്ണ ഈ പറയുന്ന അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ ഇടയ്ക്കൊക്കെ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. ആ സമയത്ത് ആപ്പിള്, ഓറഞ്ച് അപ്പൂപ്പന് മാത്രമായിട്ട് കൊണ്ടുപോവുക ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ചേച്ചി അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല? പോകുമ്പോൾ 2 ആൾക്കാർക്ക് വേണ്ടി കൊണ്ടുപോകണ്ടേ? അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദകളും കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ട് മകൾ അത് കൊണ്ടുപോകുന്നില്ല? ഇതൊക്കെ മകളെ പിടിച്ച് ഉപദേശിച്ച് കൊടുക്കണ്ടേ? പിന്നെ അത് മാത്രമല്ല, സ്വന്തം അമ്മയുടെ സാരിയും തുണിയും എല്ലാം പെറുക്കിക്കൊണ്ട് പോയ ടീമാണ് ഈ നിൽക്കുന്ന സിന്ധു കൃഷ്ണ. നിങ്ങൾ വന്നിട്ട് ഇമ്മാതിരി വർത്താനങ്ങൾ പറയുമ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ മേഡം. വെറും പുച്ഛം മാത്രം. എന്തിനിങ്ങനെ പ്രവർത്തനം കാണിച്ചിട്ട് എന്തിന്? എന്നിട്ട് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കുറ്റം. ഇതിപ്പോൾ ഈ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ നെഞ്ചത്തോട് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അഖിലെണ്ണാടിയുടെ വിഷയം വന്നപ്പോഴത്തേക്ക് റിയാക്ഷൻ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ മണ്ടക്കോട് കുറേ ആൾക്കാർ വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കിട്ടൊക്കെ നൈസായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഇപ്പോൾ ഓരോ ഇത് കാട്ടിക്കൂട്ടുന്നത്. ഇത് സത്യം പറയല്ലോ കുറച്ച് ബോറ് പരിപാടിയായിപ്പോയി. നിങ്ങളിൽ നിന്ന് ഇതില്ല, ഇതിൻ്റെ അപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ അവസരത്തിനൊത്ത് വന്നിട്ടിട്ട് താങ്ങിയിട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ മേഡം. ഞങ്ങൾ എടുത്ത് വന്നു കഴിഞ്ഞാൽ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പക്കയായിട്ട് ഇനിയും പറയും. കൊടുക്കേണ്ട അടുത്താണെങ്കിൽ ഇനിയും കൊടുക്കും. അതിനൊരു മടിയില്ല. ഉള്ള കാര്യം തുറന്നു പറയാല്ല. സ്വന്തം അമ്മയ്ക്ക് പോലും വില കൊടുക്കാത്തൊരു വ്യക്തി ആ അമ്മയുടെ വീഡിയോ നാട് മൊത്തം സ്പ്രെഡാക്കി മൊത്തം കൊടുത്തു. ഒരു നാണവും മാനവും ഇല്ലാതെ വന്നിട്ട് എന്നിട്ട് നമ്മളെ ഉപദേശിക്കാൻ പറ്റുന്ന അമിതാഭ് ബച്ചൻ്റെ കമന്റ് ബോക്സിൽ ഇതുപോലെ എന്തിനാണ് ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇടുന്നതെന്നൊക്കെ വന്നിട്ട് പ്രസംഗിക്കുന്നതൊക്കെ എൻ്റെ പൊണ്ണു. എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആൾ ലൈഫിൽ മൊത്തം നെഗറ്റീവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മോട്ടിവേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു 70% ആൾക്കാർക്കും അതിൻ്റെ ആവശ്യമില്ല. ഒരു 30% നിങ്ങളെ വിശ്വസിക്കുന്ന അന്ധമായിട്ടുള്ള കുറേ ഫാൻസുകാരുണ്ട്. അവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയും കൂടെ ഉപദേശങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. ഇതിപ്പോ മോള് സംസാരിക്കുന്നതിന്റെ മോളെ കുറിച്ച് ഒരാൾ സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് പഴയത്. എല്ലാവർക്കും ഉപദേശം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യരുതെന്നൊക്കെ പക്ഷേ ആളാണല്ലോ നമ്മുടെ സിന്ധു കൃഷ്ണ. സ്വന്തം വീട്ടിലെ മക്കളെ പോലും നേരെ ചൊവ്വെ നന്നാക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഞാൻ എടുത്ത് പറയത്തുള്ളൂ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു വോയിസ്. പിന്നെ എന്താ നിന്നൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡെങ്കിലും വേണം, മിനിമം ലുക്കെങ്കിലും വേണം. അതുപോലെ ഇല്ലാത്തതുകൊണ്ട് പിടിച്ച് റാഗ് ചെയ്യാത്തത്. ലുക്കും സ്റ്റാൻഡേർഡും എല്ലാം വേണം. അതുകൊണ്ടാണ് നിന്നെ ഒന്നും റാഗ് ചെയ്യാത്തത്. ആഹാരയും പിന്നെ ഇഷാനിയും കൂടെ പറഞ്ഞ ഒരു സംഭവമാണ്. അതാ ഈ അടുത്ത സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഇവിടെ നിന്നാണ് പഠിച്ചത്, വീട്ടിൽ നിന്നാണല്ലോ. അത് ഏകദേശം ഉറപ്പായി ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം വീട്ടിലുള്ളവരെ നന്നാക്കാൻ നോക്കുക, എന്നിട്ട് നാട്ടുകാരെ ഉപദേശിക്കാൻ നട. കണ്ടാലി ഇറങ്ങുന്നത് വെറും പഴമാണ്, വെറും കിഴങ്ങി ലുക്കാണ്. ഇതിലൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. വീട്ടുകാരെ ഇങ്ങനെ ആയിരിക്കും. വീട്ടുകാരെ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതെ,
ഇതിൻ്റെയൊക്കെ പണ്ടത്തെ കർമ്മയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നാട്ടുകാർ മൊത്തം നിങ്ങളുടെ കുടുംബത്തെ പറയുകയൊക്കെ ചെയ്യുന്നത്. തിങ്കളാഴ്ച അഹാനാണെങ്കിൽ ചൊവ്വാഴ്ച ദിയ. പിന്നെ എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഇച്ചിരി കൂടെ ഇതായിട്ട് ഇപ്പം നിൽക്കുന്ന ഐശാനി ഉള്ളെന്ന് തോന്നുന്നു. ആ കൊച്ചു കയറി പോയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ, നല്ല അടിപൊളിയായിട്ട് കയറിപ്പോയത്. അത് എനിക്കൊന്ന് ഒരു ഇച്ചിരി സപ്പോർട്ടായിട്ട് സംസാരിച്ച് ഞാൻ മാത്രമല്ല അങ്ങോട്ട് അബദ്ധം പറ്റിയ എന്നുള്ള രീതി. പിന്നീടാണ് ഞാൻ ആദ്യം സബ്സ്ക്രിപ്ഷൻ കാട്ടിക്കൂട്ടിയതെന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി അമ്മയുടെ അടുത്ത വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ടും കൊടുക്കണേ. ഇവരെ വെറുക്കുന്നവർ, ഞാൻ ഇപ്പോഴും പറയും, ഇവരെ വെറുക്കുന്നവരൊന്ന് ലൈക്ക് കിട്ടും, ഈ എണ്ണം ഒന്ന് കാണണം, അതുകൊണ്ടാട്ടോ. എന്റെ പൊന്നമ്മച്ചി, അത്രയും നല്ല കാര്യം തന്നെ കാണിച്ചതോടെ തന്നെ നമുക്ക് മനസ്സിലായി. ഇത്രയും സാധനങ്ങൾ കണ്ടിട്ട് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ബാക്കി പറയണോ? അതെ, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ. വീഡിയോസ് എടുക്കുന്ന ആൾക്കാർ അവർ കാത്തിരിക്കുമായിരുന്നു. കുറെ ദിവസം ആയല്ലോ, വീഡിയോ കിട്ടില്ലല്ലോ. വീഡിയോ ഇടുമ്പോഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളോട് നമ്മുടെ വീഡിയോസിന് താല്പര്യമുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ഇതിപ്പോൾ വന്നിട്ട് റിയാക്ഷൻ ആൾക്കാരെ ചോദിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓണം വരുവാണ്, ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. ഇവർ തന്നെ നമ്മളെടുത്ത് ഉടുക്കാൻ വേണ്ടി തന്നെ ഓരോ കാര്യങ്ങൾ വന്ന് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ വിഷയങ്ങൾ എല്ലാവരും എടുത്തുകൊണ്ട് പോയി 4 സംസാരമൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരപ്പോൾ എന്തെടുക്കും, ഇൻസ്റ്റാഗ്രാമിൽ പോയി ഒരു ഇതിടും, എന്തുവാ ഒരു പോസ്റ്റ് ഇടും, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ എത്തിക്കുന്ന സാധനമൊക്കെ എടുക്കുമ്പോൾ അത്തരം വ്യൂസും കാര്യങ്ങളും കിട്ടും. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അയച്ചു കൊടുക്കും. ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ. നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നും മേട്ടാം, നമ്മളോട് താല്പര്യമില്ലാത്ത ധാരാളം പേര് ഞങ്ങളുടെ വീട് ആദ്യം മുതൽ അവസാനം വരെ കുത്തും കോമയൊന്നും ഇടാതെ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു. ഇതിൽ നിന്ന് ഏത് പോർഷൻ കട്ട് ചെയ്തെടുക്കാം, ട്രോളാക്കാൻ പറ്റുന്ന എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കാണുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പൊ തന്നെ ഇത് അങ്ങനെ അത്ര പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പൊ ഞാൻ പറയുന്നത്. എന്നിട്ട് അതെടുത്ത് അതുകൊണ്ട് അതെ, അങ്ങനെ നിങ്ങൾക്കല്ലേ ഗുണം. ഞങ്ങളിപ്പോൾ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റും കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു ചാനലിൽ നിന്ന് 1 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വ്യൂ കിട്ടി കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ ആൾക്കാരുടെ അടുത്ത് റെക്കമെൻഡേഷൻ പോവാണ് ചെയ്യുന്നത്. പോരാത്തിന് ഞാനൊരു ലൈക്കോ ഒരു ഹൈപ്പോ ഒരു കമന്റോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ പിന്നെ ആരാ അവരോടനെ റിയാക്ഷൻ വീഡിയോ സിന്ധു കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ പറഞ്ഞെന്ന് പറയും, ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ പറഞ്ഞെന്ന് പറയും. നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഉണ്ട്, കുറച്ച് ചട്ടിയും കലവും പാത്രമുണ്ട്, അതിൽ ഫുഡ് ഉണ്ടാക്കി വിറ്റ് കാശ് ഉണ്ടാക്കുന്നത് നാണില്ലല്ലോ. നമ്മൾ ആരെങ്കിലും പറയും അയ്യോ ആരാ അങ്ങനെ പറഞ്ഞത്? ഫുഡും കലവും ചട്ടിയും കലവും ഒക്കെ എടുത്ത് വെച്ചെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന ഓരോ കള്ളങ്ങൾ പൊളിച്ചടിക്കാറുണ്ട് പ്രൊമോഷൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ വെച്ചിട്ട്. എന്തിന് തൻവി അവിടുന്ന് നാട്ടിൽ വന്നൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് നിങ്ങളുടെ മകൾ വന്നിട്ടൊരു വീഡിയോ ഇട്ടു. അവൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ മോള് തന്നെ ആ മകൾക്ക് സപ്പോർട്ട് കൊടുത്ത ഒരു അമ്മ. ഞാൻ ഒന്നിനും വരത്തില്ല, ഞാൻ വീഡിയോയിലും വരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ആ മോനൊക്കെ ഇരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ ഏറി വിട്ട് ഒരൊറ്റ സ്ത്രീ അതിപ്പോ ഒരാളാണ്. ഇതുപോലെ തന്നെയാണ് എനിക്കൊരു ഫോണുണ്ട്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, കുഴപ്പമില്ല സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇടുന്നുണ്ട്, എനിക്ക് അതിനകത്ത് നിന്ന് കാശ് കിട്ടുന്നുണ്ട്. അതിപ്പോ ആർക്കായിട്ട് സങ്കടം? അപ്പൊ അങ്ങനെ സങ്കടം ഉണ്ടെന്ന് വെച്ചോ, എനിക്കത് കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് പറ്റുന്നിടത്തോളം കാലം അത് കണ്ടിന്യൂ ടു മേക്ക് വീഡിയോസ്. ആദ്യത്തെ ഞാൻ കുറച്ച് വീഡിയോസ് കുറച്ചാക്കി എന്ന് വെച്ചിട്ട് വേറെ നിങ്ങളൊക്കെ വന്ന് എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഇടുന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ. അങ്ങനെയൊന്നുമല്ല ഞാൻ നമ്മുടെ വീഡിയോസ് കുറച്ച് ശരിക്കും പേഴ്സണലി എനിക്ക് അത്യാവശ്യം ശരിക്കും ബിസി ആയതുകൊണ്ടും ഇടയ്ക്ക് കുറച്ച് സുഖമില്ലായിരുന്നു ഇടയ്ക്ക് ബിസി വരാനുള്ള കാര്യം നമുക്ക് ഊഹിക്കാനുള്ളൂ മേഡം. നിങ്ങൾക്ക് ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകും. ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 lakh, എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ 1 lakh 2 lakh ഒക്കെ ആയിരിക്കും. ആ ഒരു വീഡിയോ എടുക്കുക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം കൊണ്ടാണെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് അവർക്ക് ഇത്ര രൂപ കിട്ടും. അതിപ്പം ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടുതൽ ഇപ്പം അങ്ങനെയുള്ള പരിപാടിയും സ്കീമും ഒക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവരൊക്കെ കണ്ടിഷ്ടപ്പെട്ട് ആരാധ മൂത്തിരിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കണ്ട് സിന്ധുകൃഷ്ണ ആദ്യം ഇതിൽ സിന്ധുകൃഷ്ണ ആ സാരി എടുത്ത് സിന്ധുകൃഷ്ണയുടെ ഇത് വന്നു അതേ പോയി തലയെടുത്ത് വെക്കുകയും ചെയ്യും, കുഴിയിലോട്ടെടുത്ത് ചാടുകയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർ ഇതുപോലുള്ള പ്രൊമോഷനൊക്കെ പോയി പിടിച്ച് 1-2 ലക്ഷം രൂപയ്ക്ക് ഇവർ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ ഇവരുണ്ടാക്കും. കാരണം ഇപ്പോൾ എല്ലാം അങ്ങോട്ടങ്ങ് പോയിരിക്കുന്നത് ബ്ലോഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് ചുമ്മാ പ്രഹസനമായിട്ട് മാത്രം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, അത്രമാത്രം. കുറച്ച് ട്രാവൽ ചെയ്തിരുന്നത് ഓക്കെയാണ്. ഈ പറയുന്ന നമ്മുടെ ലൈഫിൽ എല്ലാം നമ്മൾ നിങ്ങളെ കാണിക്കാനൊന്നുമില്ല, പബ്ലിക് അതൊന്നും കാണില്ല. എൻ്റെ പൊന്നു മക്കളെ കാണാതിരിക്കുന്ന നല്ലത്. അത് നന്നായിട്ട് അതിൽ നിന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ ഉള്ളത് പൈസയും കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് എഴുതുന്ന എനിക്ക് ഈ ആൾക്കാരെ പേഴ്സണലി കണ്ടപ്പോഴാണ് ഇങ്ങനെ എഴുതുന്ന ആൾക്കാർ. മറ്റേ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഒക്കെ എഴുതും. അത് ഇന്ന പോലെയാണ് രാവിലെ എണീച്ചപ്പോൾ സിന്ധുകൃഷ്ണ പറമ്പിൽ പോയി റംബൂട്ടാൻ പറിച്ചപ്പോൾ 1500 തൈ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വഴി കൂടെ പോകുമ്പോൾ വേണമെങ്കിൽ സിന്ധുകൃഷ്ണ ഫ്രീ ആയിട്ട് നൽകും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത്. അത് അതുപോലെ ഇരുന്ന് എഴുതും. അത് മൊത്തം ഇരുന്ന് എഴുതിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിൽ അമ്മമാരൊക്കെ ഉണ്ട്, കുറേ ടീംസുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് കുത്തിയിരുന്നൊക്കെ വായിച്ചിട്ട് ചിലവർ ഷെയർ ചെയ്യും. ഓക്കെ, അവരൊക്കെ കാണുന്ന ആഗ്രഹമുണ്ട്. അതിനേക്കാളും കാണുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് റിയൽ ക്യാരക്ടറും മറ്റേ ക്യാരക്ടറും മറിച്ച ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആലോചിക്കും ഇതിനോട് മാത്രം ആൾക്കാർക്ക് ഇങ്ങനൊരു വികാരം ഈ നമ്മളെ ഓരോ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും അവർക്ക് അറിയാതെ അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ എല്ലാവർക്കും വേണമെങ്കിൽ അവരുടെ ഫോൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഐഫോൺ ഒരു എന്ത് ഫോണാണെന്ന് പറയുന്നത് സ്മാർട്ട് ഫോണാണ്. ഒരു തരത്തിലില്ലാത്തൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് വീഡിയോസ് എടുക്കാം.
എന്ത് വേണം എടുക്കാം. നിങ്ങളെ കുറിച്ചെടുക്കാം, നിങ്ങളുടെ വീടിനെ കുറിച്ചെടുക്കാം, നിങ്ങളുടെ ചെടികളെ കുറിച്ചെടുക്കാം. നിങ്ങൾ രാവിലെ ഇവിടെ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കടയിൽ പോകുന്നു, സാധനം മേടിക്കുന്നു, നിങ്ങൾ കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്നു, മഴ പെയ്യുന്നു, വീട് വെട്ടുന്നു, അപ്പുറത്തെ വീട്ടിൽ അത് ഇത് ചെടി മരം അങ്ങനെ എന്തുവേണം എടുക്കാം. എടുക്കാം, അത് വീഡിയോ ഇടൂ, അത് നാട്ടുകാരെ കാണട്ടെ. കണ്ടിട്ട് അതിന് ഒരുപാട് വ്യൂ കിട്ടുകയും നിങ്ങൾക്ക് ഇപ്പം യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള വാട്ട്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാം, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണ്, അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നതുകൊണ്ടാണ് ചെയ്യും. ഓക്കെ, അപ്പോൾ മേഡത്തിന്റെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇതിപ്പോൾ നമ്മൾ ചൊറിയാൻ വേണ്ടി മനഃപൂർവ്വം വന്നിട്ട് ഈ ഓണ സീസണിൽ പുള്ളി കാട്ടിക്കൂടുന്ന ഓരോ അഭിപ്രായങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും കൂടെ അവരുടെ ഏണിങ്സിന് വേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, കാണിക്കൂ, എന്താണെങ്കിലും ചെയ്ത് നമ്മൾ ആ പരിപാടിയൊക്കെ തന്നെ കാണിക്കുന്നത്. എല്ലാവർക്കും മണി 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 മണി. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നേർവഴിക്കും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ മേഡം, കുറച്ചൊക്കെ പൊടിക്ക് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ആൾക്കാരെ പറ്റിച്ചുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ ഓരോന്നൊക്കെ എത്തിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പ് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാകും. 10 പേരിൽ 2 പേർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ വിജയം തന്നെയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ചെന്ന് കുടിയെ ചാടുന്നത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത് കാണുന്ന പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്വന്തം അമ്മയുടെ വീഡിയോ നാട് മൊത്തം അയച്ചു കൊടുത്ത ടീമാണ്. കൂടുതലൊന്നും പറഞ്ഞില്ല. ഐ ലവ് യു ഗൈസ്.